ഹലോ ആൻഡ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് എബിൻ മാത്യു. അപ്പോൾ അടുത്ത 2025 സെറ്റ് ഹിസ്റ്ററി എക്സാം പാസ്സാകാനായിട്ട് ആഗ്രഹിക്കുന്നവരോട് പ്രത്യേകമായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മളുടെ പഠനം തുടങ്ങേണ്ടുന്ന ശരിക്കുമുള്ള സമയം എത്തിക്കഴിഞ്ഞു. ഇനിയുള്ള ഒരു 6 മാസക്കാലം കൃത്യമായിട്ടുള്ള പഠനത്തോടു കൂടി നമ്മൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ സെറ്റ് എക്സാം പരീക്ഷ, പ്രത്യേകിച്ചും ചരിത്രത്തിലുള്ള സെറ്റ് എക്സാം പരീക്ഷ വളരെ എളുപ്പത്തിൽ നമുക്ക് പാസ്സാകാനായിട്ട് സാധിക്കും. ഓക്കെ, സെറ്റ് എക്സാമിൻ്റെ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ സിലബസ് അത്യാവശ്യം വാസ്റ്റായിട്ട് തന്നെയുള്ള ഒരു സിലബസാണ്. പക്ഷേ ഇത്രയും വാസ്റ്റ്നെസ് ഉണ്ടെങ്കിലും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഈ പാറ്റേൺ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പഠനത്തിന് ഒരു നല്ല ഫോക്കസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫോക്കസ്ഡ് ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന സെറ്റ് എക്സാം കൃത്യമായിട്ട് തന്നെ നമുക്ക് പഠിച്ച് വിജയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇത്തവണ സെറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്നവരോട് ഒരു പ്രത്യേക കാര്യം കൂടെ ഓർപ്പിക്കുന്നു. കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് എക്സാം, പ്രത്യേകിച്ച് ഹിസ്റ്ററി സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചിൻ്റെ ചില പ്രത്യേകതകൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ചും ഇത് നമുക്ക് ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രത്യേകിച്ചും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ലഭിക്കും. അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള ഒരു റിവിഷൻ നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ വീക്കിലും റിവൈസ് ചെയ്ത് എക്സാം കണ്ടക്ട് ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതുപോലെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം നിങ്ങൾക്കുണ്ടാകും. തീർച്ചയായിട്ടും തുടക്കം മുതൽ പരീക്ഷ നടക്കുന്ന ആ സമയം വരെ നിങ്ങൾക്ക് ഒരു മെൻറ്റർഷിപ്പ് ഉറപ്പായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. നമുക്ക് നേരിട്ട് തന്നെ ലൈവിൽ ഇൻട്രാക്റ്റ് ചെയ്തുകൊണ്ടുള്ള സെഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ PDF നോട്ട്സ്, സിലബസിൽ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ടോ അതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു അവസരം ഉറപ്പായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. സെറ്റ് എക്സാം നമുക്ക് പാസ്സാകേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടുള്ള ശ്രമം നമുക്ക് തുടങ്ങാനായിട്ടുള്ള സമയവും എത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമിന് ചോദിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മുമ്പോട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. ഓക്കെ, സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന എന്നാലും നമ്മളെ ഒന്ന് ബുദ്ധിമുട്ടിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ അതെങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, സൈറ്റിംഗ് എ ന്യൂ റെഫറൻസ് ഫ്രം ദ സെയിം ടെക്സ്റ്റ് ആസ് ദ പ്രിസീഡിങ് റെഫറൻസ്. ഇത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ മെത്തേഡിൽ നിന്നാണ്, അല്ലെങ്കിൽ മെത്തഡോളജിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെഫറൻസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് സൈറ്റിംഗ് എ ന്യൂ റെഫറൻസ് ഫ്രം ദ സെയിം ടെക്സ്റ്റ് ആസ് പ്രൊസീഡിങ് റെഫറൻസ്. മുമ്പ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ആ റെഫറൻസ് തന്നെ. അത് വീണ്ടും ഒന്നുകൂടെ നമ്മൾ കൊടുക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്ക് ചെയ്യുന്നത്? എൻഡ് നോട്ടാണോ, ഫുട് നോട്ടാണോ, ഇബിഡാണോ, അതോ ഓപ്പോസിറ്റ് ആണോ? ഏതാണ്? നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലേ. ഏതാണ് അതിൻ്റെ ഓപ്ഷൻ സി ആണ് അല്ലേ. ആൻസർ സി ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ടേംസ് എല്ലാം ഒന്ന് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എൻഡ് നോട്ടും ഫുട് നോട്ടും നമുക്കറിയാം അല്ലേ. എൻഡ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് നമ്മൾ എൻഡ് നോട്ട് കൊടുക്കുന്നത്. ഫുട് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പേജിൻ്റെയും താഴെയാണ് നമ്മൾ ഫുട് നോട്ട് കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ ആൻസർ ഇബിഡാണ്.
അല്ലെ. ഇബിഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈസ് ആൻ അബ്രീവിയേഷൻ ഫോർ ദ ലാറ്റിൻ വേർഡ് ഇബിഡം. ഇബിഡം എന്നുള്ള ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇബിഡ് എന്നുള്ള വാക്ക് ഉണ്ടായിരിക്കുന്നത്. മീനിങ് എന്താണ്? ഇൻ ദ സെയിം പ്ലേസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ആ റെഫറൻസ് സൈറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നുകൂടെ നമ്മൾ സൈറ്റ് ചെയ്യാണ്. അതിനാണ് നമ്മൾ ഇബിഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, അല്ലേ. ഇനി എൻ നോട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു. നോട്ട് സൈറ്റിംഗ് എ പർട്ടിക്കുലർ സോഴ്സ് ഓർ മേക്കിംഗ് എ ബ്രീഫ് എക്സ്പ്ലനേറ്ററി കമൻറ്റ് പ്ലേസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് എ റിസർച്ച് വർക്ക്. അപ്പോൾ നമ്മളെ വർക്കിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ പ്രതിപാദിച്ച് പോകുന്നുണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് നോട്ട് നമ്മൾ നമ്മുടെ വർക്കിൻ്റെ ഏറ്റവും അവസാനം കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എൻ നോട്ടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സെറ്റ് എക്സാമിന് വരുന്ന ചില ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെ കുഴപ്പിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നിന്നും ഹിസ്റ്റോറിക്കൽ മെത്തേഡിൽ നിന്നും ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ നിന്നും മിഡീവൽ ഇന്ത്യയിൽ നിന്നൊക്കെ കുഴപ്പിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ എങ്ങനെയാണ് പഠിച്ചു പോകേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് മുൻ വർഷങ്ങളിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും വളരെ വേഗത്തിൽ നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. നോക്കിയാൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. മെത്തഡോളജി എന്നുള്ളൊരു ചോദ്യമാണ്. സൈറ്റിംഗ് എ ന്യൂ റെഫറൻസ് ഫ്രം ദ സെയിം ടെക്സ്റ്റ് ആസ് ദ പ്രിസീഡിങ് റെഫറൻസ്. ഓക്കെ, നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നു, അല്ലേ, ഒരു റിസർച്ച് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി നമ്മളൊരു വർക്ക് റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, റെഫർ ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും നമ്മൾ ഒന്നുകൂടെ റെഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? എൻ നോട്ടാണോ, ഫുട് നോട്ടാണോ, ഇബിഡ് ആണോ, ഓപ്പോസിറ്റ് ആണോ, ഏതാണ്? ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത്. ആൻസർ സി ആണ്, ഇബിഡ് ആണ്. അപ്പോൾ ഇബിഡ് എന്നുള്ളത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലേ. ഇബിഡ് ഈസ് ആൻ അബ്രീവിയേഷൻ ഫോർ ദ ലാറ്റിൻ വേർഡ് ഇബിഡം. ഇബിഡം എന്നുള്ള ലാറ്റിൻ വേർഡ് അതിൽ നിന്നാണ് ഇബിഡ് എന്നുള്ള ആ ഒരു അബ്രീവിയേഷൻ ഉണ്ടായിരിക്കുന്നത്. മീനിങ് എന്താണ്? ഇൻ ദ സെയിം പ്ലേസ്. ഓൾറെഡി നമ്മൾ ഈ വർക്ക് ഒന്ന് സൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും നമ്മൾ ഒന്നുകൂടെ റെഫർ ചെയ്യുന്നതിന് നമ്മൾ ഇബിഡ് യൂസ് ചെയ്യുന്നത്, കേട്ടോ. ഇനി എൻ നോട്ട് എന്താണ്? നമ്മൾ വർക്ക് ചെയ്തു പോകുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രത്യേക ഇവൻറ്റോ അല്ലെങ്കിൽ വ്യക്തികളെ പറ്റിയോ ഒക്കെ നമ്മൾ പരാമർശിച്ച് പോകാറുണ്ട്. എന്നാൽ അവിടെ ആ ഭാഗത്ത് അവരെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പരിമിതി ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഈ വ്യക്തിയുടെയോ അല്ലെങ്കിൽ സംഭവത്തിൻ്റെയോ കാര്യം നമ്മുടെ വർക്കിൻ്റെ ഏറ്റവും അവസാനത്ത് എൻഡ് നോട്ടുകളായിട്ട് കൊടുക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ എൻ നോട്ട് എന്ന് പറയുന്നത്. ഫുട് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്കിലെ നമ്മൾ പരാമർശിച്ച് പോകുന്ന വ്യക്തിയുടെ ആയിരിക്കാം, പുസ്തകങ്ങളുടെ ആയിരിക്കാം, ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ആ പേജിൻ്റെ തന്നെ അവസാനം കൊടുക്കുന്നതിനാണ് നമ്മൾ ഫുട് നോട്ട് എന്ന് വിളിക്കുന്നത്, അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ എക്സാമിന് വന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. നോക്കിയേ. യെസ്, വാട്ട് ഈസ് ഫോൾസ് റിഗാർഡിങ് അപ്പൻഡിക്സ്? അത് മെത്തഡോളജി എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൻഡിക്സ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എക്സ്ട്രാ ഇൻഫർമേഷൻ. ഇറ്റ് മേ കണ്ടെയ്ൻ ടേബിൾസ് ഓർ ഇല്ലസ്ട്രേഷൻസ്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ തീസിസ്. ഇറ്റ് ഈസ് ദ പ്രിലിമിനറി റിമാർക്സ് ഓൺ ദ തീസിസ്. എന്താണ് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളത്, അപ്പൻഡിക്സ് സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇതിൻ്റെ ആൻസർ? ഓക്കെ, നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളിതിൻ്റെ ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നോക്കാം. ആൻസർ ഡി ആണ്, അല്ലേ. ഇറ്റ് ഈസ് ദ പ്രിലിമിനറി റിമാർക്സ് ഓൺ ദ തീസിസ്. അതാണ് എന്ത് ഇതിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത്. അപ്പൻഡിക്സിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത് അതൊരിക്കലും പ്രാഥമികമായിട്ട് നമ്മുടെ തീസിസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. ഇതെന്താണ്? ഇത് സാധാരണയായിട്ട് നമ്മൾ നമ്മുടെ വർക്കിൻ്റെ ഏറ്റവും അവസാനമാണ് നമ്മൾ അപ്പൻഡിക്സ് ആഡ് ചെയ്യാറുള്ളത്, അല്ലേ. യെസ്, അപ്പോൾ അതാണ് ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇൻറ്റേർണൽ ക്രിറ്റിസിസം ഓർ ഹയർ ക്രിറ്റിസിസം ഈസ്. കണ്ടോ, ഇത് ആവർത്തിച്ച് വരുന്ന മറ്റൊരു ചോദ്യമാണ്. ഇൻറ്റേർണൽ ക്രിറ്റിസിസം, എക്സ്റ്റേണൽ ക്രിറ്റിസിസം. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇൻറ്റേർണൽ ക്രിറ്റിസിസം ഓർ ഹയർ ക്രിറ്റിസിസത്തിനെ നമ്മൾ ഏത് പേരിലാണ് വിളിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണിത്. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഹ്യൂറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ട്, ബി സിന്തസിസ് പറഞ്ഞിട്ടുണ്ട്, സി എക്സ്പോസിഷൻ പറഞ്ഞിട്ടുണ്ട്, ഡി ഹെർമോണറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം ഏതായിരിക്കും ഇതിൻ്റെ ഉത്തരം? നോക്കാം. ഉത്തരം ആൻസർ ഡി ആണ്, അല്ലേ. ഹെർമോണറ്റിക്സിനെയാണ് നമ്മൾ ഹയർ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഇൻറ്റേർണൽ ക്രിറ്റിസിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പേരുകളെല്ലാം നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. തുടർച്ചയായിട്ട് വരുന്ന
ചോദ്യമാണിത്. അപ്പോൾ ഇവിടെ നോക്കിയേ, എന്താണ് ഹെർമോണറ്റിക്സ്? ഇൻ ദിസ് ക്രിറ്റിസിസം എ സ്കോളർ ഹാവ് ആൻ എക്സ്ട്രാ ടാസ്ക് ആൻഡ് കെയർഫുൾ ഇൻ സ്ക്രൂട്ടനൈസിങ് ദ കണ്ടന്റ് ഓഫ് ദ ഡോക്യുമെൻ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടൻ്റാണ് ഇൻറ്റേർണൽ ക്രിറ്റിസിസത്തിൽ എന്ത് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത്. വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് നോയിങ് ഹൗ മച്ച് ഓഫ് ഇറ്റ് ഈസ് ട്രൂ. അപ്പോൾ ഈ കണ്ടൻറ് എത്രമാത്രം ശരിയാണ്, അത് തെറ്റാണോ, നമുക്ക് നമ്മുടെ വർക്കിൽ ഉപയോഗിക്കാമോ എന്നൊക്കെയാണ് നമ്മൾ ഇൻറ്റേർണൽ ക്രിറ്റിസിസത്തിൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ ക്രിറ്റിസിസം എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രീ റിക്വസിറ്റ് ഫോർ ഒബ്ജക്റ്റിവിറ്റി ഇൻ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്. ഒബ്ജക്റ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്, ഹിസ്റ്റോറിക്കൽ ഒബ്ജക്റ്റിവിറ്റി. അപ്പം നമ്മൾ ഒരു വസ്തുനിഷ്ഠാപരമായ രീതിയിൽ ചരിത്രം എഴുതണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോട്ട് എ പ്രീ റിക്വസിറ്റ്, എന്ത് വേണ്ട എന്നാണ്. നോട്ട് എ പ്രീ റിക്വസിറ്റ് ഫോർ ഒബ്ജക്റ്റീവ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്. ഓക്കെ, നോക്കാം. ഹിസ്റ്റോറിയൻ ഷുഡ് possess a critical spirit for analyzing facts. He should have historical sense. He should collect information from all possible sources. Last, he should have preconceived ideas, feelings and opinions. അപ്പോൾ വസ്തുനിഷ്ഠമായൊരു ചരിത്രം എഴുതണമെങ്കിൽ ചരിത്രകാരൻ എങ്ങനെ ആയിരിക്കാൻ പാടില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും അതിൻ്റെ ആൻസർ? ഓപ്ഷൻ യെസ്, നിങ്ങൾ പറഞ്ഞു തന്നെയാണ്, ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഹീ ഷുഡ് ഹാവ് പ്രീ കൺസീവ്ഡ് ഐഡിയാസ്, ഫീലിങ്സ് ആൻഡ് ഒപ്പീനിയൻ. അപ്പോൾ ഒരു ചരിത്രകാരൻ ഒരു സംഭവത്തെ പറ്റി എഴുതുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാരണവശാലും അതിനെപ്പറ്റി ഒരു മുൻവിധി ഉണ്ടാകാൻ പാടില്ല. മുൻവിധിയോടുകൂടി എഴുതുകയാണെങ്കിൽ അതൊരിക്കലും ഒബ്ജക്റ്റീവ് ഹിസ്റ്ററി ആകില്ല, അത് സബ്ജക്റ്റീവ് ഹിസ്റ്ററി ആകും അല്ലേ. അപ്പം ഈ ഒരു കാര്യമാണ് അദ്ദേഹത്തിന് വേണ്ടാത്തത്. ഹീ ഷുഡ് ഹാവ് പ്രീ കൺസീവ്ഡ് ഐഡിയാസ്, ഫീലിങ്സ് ആൻഡ് ഒപ്പീനിയൻസ് എന്നുള്ളതാണ് അദ്ദേഹം ഒഴിവാക്കേണ്ടത് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് ഓർപ്പിക്കാം. നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ വരുന്ന സെറ്റ് എക്സാമിന് വേണ്ടി സെറ്റ് അസ്ത്ര 2.0 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല രീതിയിൽ സെറ്റ് റിസൾട്ട് ഉണ്ടാക്കിയ നൽകിയ ഒരു സ്ഥാപനമാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നിങ്ങൾക്കറിയാം, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു അവസരം നിങ്ങൾക്കും ഇപ്പോൾ മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്തുക. അപ്പം വീണ്ടും വരുന്ന സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ഈ ഒരു കോഴ്സിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക. എത്രയും വേഗത്തിൽ ജോയിൻ ചെയ്യുക. അടുത്ത സെറ്റ് നമുക്ക് പാസ്സാവണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 97 46 45 55 14 എന്നുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. ഓക്കെ, യെസ്, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നോക്കിയേ, ഇൻറ്റേർണൽ ക്രിറ്റിസിസം ഈസ് ഓൾസോ നോൺ ആസ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ എക്സ്റ്റേണൽ ക്രിറ്റിസിസം അത് നോക്കി അല്ലേ. ഇനി ഇൻറ്റേർണൽ ക്രിറ്റിസിസം, അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഇൻറ്റേർണൽ ക്രിറ്റിസിസം അത് മറ്റു പേരിൽ അറിയപ്പെടുന്ന എങ്ങനെയാണ്? ഇൻ്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസം ആണോ, എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആണോ, ഫോർജറി ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണോ, അതോ ഹ്യൂറിസ്റ്റിക്സ് ആണോ? ഏതാണ് ഇൻറ്റേർണൽ ക്രിറ്റിസിസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കാം നോക്കാം. യെസ്, ഓപ്ഷൻ എ ആണ് അല്ലേ. ഇൻ്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസം ആണ് ഇൻറ്റേർണൽ ക്രിറ്റിസിസത്തിൻ്റെ മറ്റൊരു പേര്. ഓക്കെ, ഇവിടെ നോക്കിയേ, ദിസ് ഓപ്പറേഷൻ ഇൻ മെത്തഡോളജി ഈസ് ഓൾസോ നോൺ ആസ് ഇൻ്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസം. Its main task is to find out whether what is contained in the document may be accepted true or not. ഓക്കെ, നമ്മുടെ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മൾ എന്തിൽ ചെയ്യുന്നത്? യെസ്, ഇൻറ്റേർണൽ ക്രിറ്റിസിസത്തിൽ ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസത്തിൽ ചെയ്യുന്നത്. ദിസ് ഈസ് ഒബ്വിയസ്ലി എ മോർ ഫണ്ടമെൻ്റൽ ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ടാസ്ക് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് ഹയർ ക്രിറ്റിസിസം. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഹയർ ക്രിറ്റിസിസം. അപ്പോൾ ഇൻറ്റേർണൽ ക്രിറ്റിസിസം അല്ലെങ്കിൽ എന്താണ് ഇൻ്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസം അല്ലെങ്കിൽ ഹയർ ക്രിറ്റിസിസം എന്ന് നമ്മളിതിനെ വിളിക്കും. ഇത് ആവർത്തിച്ച് വന്ന ചോദ്യമാണ്.
ഓക്കെ, ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വേഗത്തിൽ വരാം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നോക്കി, യെസ്, ഇവിടെ നമുക്ക് മെത്തഡോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൻഡിക്സ്, APA ഫോർമാറ്റ്, ബിബ്ലിയോഗ്രാഫി, ഇൻഡെക്സ്. കോളൻ 2 സ്റ്റൈൽ ഓഫ് ഫുട് നോട്ട്സ്, കോമ്പോസിറ്റ്, സ്റ്റാറ്റിക്, സപ്ലിമെൻ്ററി മെറ്റീരിയൽ, ആൽഫബറ്റൈസ്ഡ് ലിസ്റ്റ് ഓഫ് ഓൾ സോഴ്സസ്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് മാച്ച് ചെയ്യണം. അത് നമുക്ക് ഈ കോഡുകൾ ഉപയോഗിച്ച് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഏതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്, നിങ്ങളിത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്, നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് വരാം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ അപ്പൻഡിക്സ് എന്ന് പറയുന്നത് യെസ് സപ്ലിമെൻ്ററി മെറ്റീരിയലാണ് അല്ലേ. ഇനി APA ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റൈൽ ഫോർ ഫുട് നോട്ട്സ് ആണ് അല്ലേ. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ആണ് APA എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ ബിബ്ലിയോഗ്രാഫി എന്ന് പറയുന്നത് എന്താണ്? യെസ് ആൽഫബറ്റൈസ്ഡ് ലിസ്റ്റ് ഓഫ് ഓൾ സോഴ്സസ് ആണ്. ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? യെസ് കോമ്പോസിറ്റ് സ്റ്റാറ്റിക് ആണ് എന്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർക്കിൽ, ഒരു റിസർച്ച് വർക്കിൽ, ഒരു പേപ്പറിൽ ഒക്കെ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു മാച്ച് ഓഫ് ഫോളോയിങ്ങിൽ കണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ APA കൂടാതെ തന്നെ നമുക്ക് MLA ഫോർമാറ്റ് ഉണ്ട് അല്ലേ. MLA ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ ഫോർമാറ്റ് ആണ് അല്ലേ. അത് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിലും ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? MLA ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത്. അത് വേണമെങ്കിൽ ചോദ്യമായിട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, യെസ്, ഇനി അടുത്ത ഒരു നല്ലൊരു ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ ടേം ഫിലോസഫി ഓഫ് ഹിസ്റ്ററി വാസ് കോയിൻഡ് ബൈ. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. ഫിലോസഫി ഓഫ് ഹിസ്റ്ററി, അപ്പോൾ നമ്മൾ ഹെഗലിൻ്റെ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്നാൽ ഈ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോൾട്ടയർ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രാൻസിസ്കോ ഗുസിയാർഡിനി ഉണ്ട്, മാക്കിയവെല്ലി ഉണ്ട്, റൂസോയുണ്ട്. ഇതിലാരാണ് ഈ ഒരു പദം ഫിലോസഫി ഓഫ് ഹിസ്റ്ററി ആദ്യമായിട്ട് ഉപയോഗിച്ചത്? ആരായിരിക്കാം നോക്കാം. ഓപ്ഷൻ എ ആണ്, വോൾട്ടയർ ആണ് അല്ലേ. ഫ്രഞ്ച് ഫിലോസഫറാണ്, നമുക്കറിയാം വോൾട്ടയർ. ഫ്രഞ്ച് ഭരണത്തിനെതിരെ അല്ലെങ്കിൽ ഫ്രാൻസിലെ രാജാക്കന്മാർക്കെതിരെ, അവിടുത്തെ പ്രഭുവർഗത്തിനെതിരെ ശക്തമായിട്ട് ആശയങ്ങളിലൂടെ സമരം ചെയ്ത വ്യക്തിയാണ് വോൾട്ടയർ അല്ലേ. നോക്കിയേ, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ വ്യക്തികളും വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരെ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്കൊന്ന് ചില കാര്യങ്ങൾ നോക്കാം. ഫ്രാൻസിസ്കോ ഗുസിയാർഡിനി ആരായിരുന്നു? എ ഫ്ലോറന്റൈൻ സ്റ്റേറ്റ്സ്മാൻ, ഡിപ്ലോമാറ്റ്, ഹിസ്റ്റോറിയൻ, ഓതർ ഓഫ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കണ്ടംപററി ഹിസ്റ്ററി ഓഫ് ഇറ്റലി, അല്ലെങ്കിൽ സ്റ്റോറിയ ഡി ഇറ്റാലിയ എന്ന് പറയുന്ന വർക്ക് ആരാണ് എഴുതിയത്? ഗുസിയാർഡിനിയാണ്. അദ്ദേഹം ഫ്ലോറന്റൈൻ സ്റ്റേറ്റ്സ്മാൻ കൂടെ ആയിരുന്നു. ഓക്കെ, ഫ്ലോറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇറ്റലിയിലെ പ്രധാനപ്പെട്ടൊരു നഗരമായിരുന്നു അല്ലേ. യെസ്, അതുപോലെ തന്നെ നിക്കോളോ മാക്വെല്ലി ആരാണ്? ഇറ്റാലിയൻ റിനൈസൻസ് പൊളിറ്റിക്കൽ ഫിലോസോഫർ ആൻഡ് സ്റ്റേറ്റ്സ്മാൻ, സെക്രട്ടറി ഓഫ് ഫ്ലോറന്റൈൻ റിപ്പബ്ലിക്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വർക്കാണ് ദ പ്രിൻസ് എന്ന് പറയുന്ന വർക്ക് അല്ലേ. അതുപോലെ ജീൻ ജാക്കസ് റൂസോ അല്ലേ, ആരായിരുന്നു? അദ്ദേഹം ഒരു സ്വിസ് ബോൺ ഫിലോസഫറാണ്, റൈറ്ററാണ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ തിയറിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള തിയറിയാണ് തിയറി ഓഫ് ജനറൽ വിൽ. ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതൊരു നല്ലൊരു ചോദ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് പഠിക്കാനായിട്ട് ഉണ്ട്. ഈ മേഖലയിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി മറ്റൊന്ന് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ലിസ്റ്റ് 1 നമ്മുടെ ഫിലോസഫേഴ്സിൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് 2 അവരുടെ ആശയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് 1 നോക്കുകയാണെങ്കിൽ വോൾട്ടയർ, വീക്കോ, ഹെഗൽ, റാങ്കെ. ലിസ്റ്റ് 2 വെറും ഫാക്റ്റം, റൊമാൻറ്റിക് ഐഡിയലിസം, സയൻറ്റിഫിക് ഹിസ്റ്ററി, റാഷണലിസ്റ്റ് തിയറി. ഓക്കെ, അപ്പോൾ ഇത് മാച്ച് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് നമുക്ക് ഈ കോഡ് ഉപയോഗിച്ച് മാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് നോക്കാം. ഓക്കെ, അതിൻ്റെ ആൻസർ ഏതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിൻ്റെ ആൻസറിലേക്ക് വരികയാണെങ്കിൽ ആൻസർ സി ആണ്. സി വരുമ്പോൾ നമുക്കറിയാം വോൾട്ടയർ ഓപ്ഷൻ 4 അല്ലെ, റാഷണലിസ്റ്റ് തിയറി ആണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം അല്ലേ, റാഷണലിസ്റ്റ് തിയറി. അതുപോലെ വീക്കോയുടെ പ്രധാനപ്പെട്ട ആശയമായിരുന്നു ഏത്? വെറും ഫാക്റ്റം എന്ന് പറയുന്ന ആശയം.
അതേപോലെ ഹെഗൽ വരുമ്പോഴത്തേക്കും എന്താണ്, റൊമാൻറ്റിക് ഐഡിയലിസമാണ് അല്ലെ, റൊമാൻറ്റിസിസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. റാങ്കെ വരുമ്പോഴോ അദ്ദേഹത്തിൻ്റെ ആശയമാണ് സയൻറ്റിഫിക് ഹിസ്റ്ററി അല്ലെ. റാങ്കയുടെ കാലഘട്ടം മുതൽ നമുക്ക് സയൻറ്റിഫിക് ഹിസ്റ്ററിയുടെ തുടക്കം കാണാനായിട്ട് പറ്റും, ഒബ്ജക്റ്റീവ് ഹിസ്റ്ററി നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വെറും ഫാക്റ്റ് എന്ന് പറയുന്നത് വീക്കോയുടെ ആശയമാണ്. എന്താണ്, ട്രൂത്ത് ഈസ് വെരിഫൈഡ് ത്രൂ ക്രിയേഷൻ ഓർ ഇൻവെൻഷൻ എന്നാണ് അദ്ദേഹം വെറും ഫാക്റ്റ് എന്നുള്ള ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത്. ട്രൂത്ത് ഈസ് വെരിഫൈഡ് ത്രൂ ക്രിയേഷൻ ഓർ ഇൻവെൻഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ നോക്കിയേ, ഇത് മിഡീവൽ ഇന്ത്യയിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ മിഡീവൽ ഇന്ത്യയിൽ നിന്ന് മിഡീവൽ റൈറ്റേഴ്സിൻ്റെ വർക്കുകൾ ചോദിക്കാറുണ്ട്. ആ വർക്ക് അതിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റേഴ്സ് ആരാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വരുന്നുണ്ട്. നോക്കിയേ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ വർക്ക് ഓഫ് സിയാവുദ്ദീൻ ഭരണി. സിയാവുദ്ദീൻ ഭരണി എന്ന് പറയുന്ന മിഡീവൽ ചരിത്രകാരൻ്റെ വർക്ക് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിറാത്ത് ഇ ഫിറോസ് ഷാഹി, ഫുതു അൽ സലാറ്റിൻ, താരിഖ് ഇ ഫിറോസ് ഷാഹി, ഖുറൈൻ ഉസ് സദൈ. ഏതാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്? ഏതായിരിക്കാം? ആൻസർ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. നമുക്ക് ആൻസറിലേക്ക് വരാം. ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ, താരിഖ് ഇ ഫിറോസ് ഷാഹിയാണ് സിയാവുദ്ദീൻ ഭരണിയുടെ വർക്ക്. നമുക്ക് മിഡീവൽ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിലെ ചരിത്രം അറിയാനായിട്ട് സാധിക്കുന്ന ഒരു ചരിത്രകാരനാണ് സിയാവുദ്ദീൻ ഭരണി. അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള താരിഖ് ഇ ഫിറോസ് ഷാഹി. ഓക്കെ, അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടം മുതൽ നമുക്ക് ഫിറോസ് ഷായുടെ കാലഘട്ടം മുതലേ ഉള്ള കാലഘട്ടത്തിലെ ചരിത്രം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഈ മറ്റ് 3 പ്രധാനപ്പെട്ട വർക്കുകളും കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലെ സിറാത്ത് ഇ ഫിറോസ് ഷാഹി എന്ന് പറയുന്നത് ആരാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അതൊരു അനോണിമസ് വർക്കാണ്. പക്ഷെ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്കിൽ ഒരുപാട് ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പരാമർശങ്ങൾ നമുക്ക് കാണാനായിട്ട് വരും. ഉദാഹരണത്തിന് നെയ്ത്ത്, അതിനെപ്പറ്റിയുള്ള പരാമർശം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. ഫുതു അൽ സലാറ്റിൻ ഖ്വാജ മാലിക് ഇസമിയുടെ വർക്കാണ്. അതായത് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടൊരു വർക്കാണ് ഫുതു അൽ സലാറ്റിൻ എന്ന് പറയുന്ന വർക്ക്. ഖുറൈൻ ഉസ് സദൈൻ ആരാണ്? അമീർ ഖുസ്രു ആണ് അല്ലെ, ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്ന അമീർ ഖുസ്രു. അമീർ ഖുസ്രുവിൻ്റെ പ്രത്യേകത എന്താണ്? ഡൽഹിയിലെ 7 സുൽത്താൻമാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു അമീർ ഖുസ്രു അല്ലേ. യെസ്, അതുപോലെ ഉറുദു ലാംഗ്വേജിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന ആരാണ്? അമീർ ഖുസ്രു ആണ്. ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉണ്ട്. യെസ്, അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നോക്കാം. ദ ഏർലിയസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ വിച്ച് മെൻഷൻഡ് അബൌട്ട് ഐ ഡൈനാസ്റ്റി വാസ്. ഐ ഡൈനാസ്റ്റിയെ പറ്റി പരാമർശിക്കുന്ന ആദ്യത്തെ ഇൻസ്ക്രിപ്ഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ചോക്കൂർ ഇൻസ്ക്രിപ്ഷൻ ആണോ, വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ആണോ, തെരിസാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ആണോ, അതോ പാലിയം ഇൻസ്ക്രിപ്ഷൻ ആണോ? ഇപ്പോൾ കേരള ഹിസ്റ്ററിയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരള ഹിസ്റ്ററിയുടെ സോഴ്സസ്, പ്രത്യേകിച്ചും ലിറ്റററി സോഴ്സുകൾ, അതുപോലെ എപ്പിഗ്രാഫിക്കൽ സോഴ്സസിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ചോദ്യമാണ്. ഐ ഡൈനാസ്റ്റിയെ പറ്റി പരാമർശിച്ചിരിക്കുന്ന ഇൻസ്ക്രിപ്ഷൻ, ഏർലിയസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കാം ഉത്തരം? യെസ്, ആൻസർ ഡി ആണല്ലേ, പാലിയം ഇൻസ്ക്രിപ്ഷൻ ആണ്. അപ്പം ചില ഇൻസ്ക്രിപ്ഷൻസിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കാം. നോക്കിയേ, AD 925 പാലിയം ശാസനം എഴുതപ്പെടുന്നത്. വിക്രമാദിത്യ വരഗുണനാണ് എഴുതുന്ന. ആരാണ്? ഐക്കിങ് ആണ്. എന്തിനെ പറ്റിയാണ് ഇതിനകത്ത് പരാമർശിച്ചിരിക്കുന്നത്? റിഗാർഡിംഗ് ദ ഇഷ്യൂ ഓഫ് ലാൻഡ് ടു ശ്രീമൂല നഗരം അല്ലേ, ദ ലാർജസ്റ്റ് ബുദ്ധിസ്റ്റ് സെൻറ്റർ ഇൻ സൗത്ത് ഇന്ത്യ. അപ്പോൾ ഇവിടെ ലാൻഡ് ശ്രീമൂല നഗരത്തിന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് വിക്രമാദിത്യ വരഗുണൻ എന്ന് പറയുന്ന രാജാവ് പാലിയം ശാസനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷനിലേക്ക് വരികയാണെങ്കിൽ അത് ആരുടെ ആയിരുന്നു? രാജശേഖരവർമ്മൻ്റെ ആയിരുന്നു അല്ലേ. കാലഘട്ടം മനസ്സിലാക്കിയിരിക്കുക. ഈസ് ദ ഏർലിയസ്റ്റ് എപ്പിഗ്രാഫിക്കൽ റെക്കോർഡ് ഓഫ് ചേര കിങ്. ഒരു ചേര കിങ്ങിൻ്റെ എന്നുള്ള പേരിൽ ഉള്ള ആദ്യത്തെ എപ്പിഗ്രാഫിക്കൽ ഇൻസ്ക്രിപ്ഷനാണ് വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷനാണ് ചോക്കൂർ ഇൻസ്ക്രിപ്ഷൻ, 923 CE അല്ലേ. ആരായിരുന്നു? കിങ് ഗോദ രവിവർമ്മൻ്റെ ആണ്. കണ്ടെയ്ൻസ് ദ ഏർലിയസ്റ്റ് റെഫറൻസ് ടു ദേവദാസീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഓക്കെ, യെസ്. അതുപോലെ
തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് നമുക്കറിയാവുന്നതാണ് അല്ലേ? ആരുടെയാണ്? അയ്യനടികൾ തിരുവടികളുടെയാണ്. 849 AD എഴുതപ്പെടുന്നത്. ഓക്കെ, ഈ കാലഘട്ടത്തിൽ രാജാവാരായിരുന്നു കിങ് സ്ഥാണു രവിയാണ് ഈ കാലഘട്ടത്തിലെ രാജാവ്. ഓക്കെ, യെസ്, ഇവിടെ റോയൽ ഗ്രാൻഡ് ഇഷ്യൂഡ് ബൈ ദ ചീഫ്ഷൻ ഓഫ് കൊല്ലം ആരാണ്? അയ്യനടികൾ തിരുവടികൾ ടു സിറിയൻ ക്രിസ്ത്യൻ മർച്ചൻ്റ് മാർ സഫീർ ഈശോ. മാർ സഫീർ ഈശോയ്ക്ക് ചില ആനുകൂല്യങ്ങൾ അനുവദിച്ച് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് 849 AD അയ്യനടികൾ തിരുവടികൾ കിങ് സ്ഥാണുരവിയുടെ കാലഘട്ടത്തിൽ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് ആ കാര്യങ്ങൾ ഒന്ന് പഠിച്ചു പോവുക, വളരെ പ്രയോജനപ്പെടും നമുക്ക്. ഓക്കെ, യെസ്, മറ്റൊരു ചോദ്യത്തിലും കൂടെ നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. യെസ്, നോക്കിയേ, ദ ലയൺ ഷെയർ ഓഫ് ഹാരപ്പൻ പോട്രി ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ്. അപ്പം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ഈ ഹാരപ്പൻ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട്. ഹാരപ്പൻ കാലഘട്ടത്തിലെ പോട്ടറി പ്രധാനമായിട്ടും താഴെ പറയുന്നതിൽ ഏതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ലയൺ ഷെയർ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഏതായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലെയിൻ പോട്ടറി ആണോ, റൗൾട്ടഡ് വെയർ ആണോ, ബ്ലാക്ക് പെയിൻറ്റഡ് വെയർ ആണോ, പെയിൻറ്റഡ് ഗ്രേ വെയർ ആണോ? ഇതിലേതാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്? നമ്മളെ ഒന്ന് കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണിത്. ഈ പോട്ടറി കൾച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നോക്കിയേ, ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ എ ആണ്. പ്ലെയിൻ പോട്ടറിയാണ് ഹാരപ്പയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഓക്കെ, അതിനെ തുടർന്ന് നമുക്കറിയാം ഇപ്പോൾ റെഡ് ആൻഡ് ബ്ലാക്ക് വെയർ പോട്ടറി നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റും. ഗ്രേ വെയർ പോട്ടറി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് ശേഷം വരുന്ന വേദിക് കാലഘട്ടത്തിൽ കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റുന്നു. ഓക്കെ, കോമൺ ആയിട്ട് പ്ലെയിൻ പോട്ടറി ആണുള്ളത്. ഇൻഡസ് വാലി പോട്ടറി പ്രധാനമായിട്ടും ഫൈനായിട്ടുള്ള വീൽ മെയ്ഡ് പോട്ടറിയാണ്. വെരി ഫ്യൂ ബീങ് ഹാൻഡ് മെയ്ഡ്, വളരെ കുറച്ച് മാത്രം കൈകൊണ്ട് നിർമ്മിച്ച പോട്ടറികളും കാണപ്പെടുന്നുണ്ട്. എന്നാൽ കോമൺ ആയിട്ട് പ്ലെയിൻ പോട്ടറി അല്ലെങ്കിൽ വീൽ മെയ്ഡ് പോട്ടറിയാണ് ഉള്ളത്. ഇനി പോളിക്രോം, വ്യത്യസ്ത കളറുകളുള്ള പോട്ടറികൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സ്മോൾ വേസസ് ഉണ്ട്, ഡെക്കറേറ്റഡ് വിത്ത് ജിയോമെട്രിക് പാറ്റേൺസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും റെഡ് ബ്ലാക്ക് കളറുകളിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. അതുപോലെ ഗ്രീൻ കളറിലെ ചിത്രങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. റെയർലി വൈറ്റ് ആൻഡ് യെല്ലോ. ഓക്കെ, അപ്പോൾ വേസസ് ഡെക്കറേറ്റഡ് വിത്ത് ജിയോമെട്രിക് പാറ്റേൺസ് ഇൻ റെഡ്, ബ്ലാക്ക്, ഗ്രീൻ, റെയർലി വൈറ്റ് ആൻഡ് യെല്ലോ. അപ്പോൾ ഇതിനകത്തെ ചിത്രങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ വ്യത്യസ്ത കളറുകളിൽ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ഗ്ലേസ്ഡ് പോട്രി, മിനുസപ്പെടുത്തിയ പോട്രി നിർമ്മിക്കുന്ന ആരാണ്? അത് ഹാരപ്പൻസ് അല്ലെങ്കിൽ ഇൻഡസ് വാലിയിലെ ജനങ്ങളായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ദ്രോണമുഖ അണ്ടർ ദ മൗര്യാസ് വാസ് ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ഓഫ്. അപ്പം ഈ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരും. മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ വരാം, ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ വരാം. അപ്പോൾ ഇവിടെ ദ്രോണമുഖ എന്ന് പറയുന്നത് മൗര്യൻ കാലഘട്ടത്തിലെ വില്ലേജസിൻ്റെ ഒരു ഗ്രൂപ്പായിരുന്നു. എത്ര വില്ലേജസ് ആയിരുന്നു ദ്രോണമുഖ എന്നറിയപ്പെടുന്ന ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെട്ടിരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഡെപ്തിലുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം, എത്രയാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. 200 വില്ലേജസ് അടങ്ങിയതാണ് എന്ത് 200 ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. യെസ്, 400 വില്ലേജസ് ആണ് എന്ത് ദ്രോണമുഖയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വില്ലേജസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നോക്കിയേ, സ്ഥാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് 800 വില്ലേജസ് ആണ്. 800 വില്ലേജസിൻ്റെ അഡ്മിനിസ്ട്രേറ്ററിനാണ് നമ്മൾ സ്ഥാനിയ എന്ന് വിളിക്കുന്നത്. ദ്രോണമുഖ എന്ന് പറയുമ്പോൾ 400 വില്ലേജസ് ആണ്. കർവാർത്തിക 200 വില്ലേജസ് ആണ്. സംഗ്രഹണ 10 വില്ലേജുകളാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളും നമുക്ക് വരാറുണ്ട്. കൂടുതലും ഒരു 50% ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ 30% ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. എന്നാൽ ഒരു 20% ക്വസ്റ്റ്യൻസ് ഹൈലി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്കിൽ സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒരിക്കലും ഇത് ഒരുപാട്
പാടുള്ള ഒരു എക്സാമായിട്ട് അല്ല. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് സെറ്റ് എക്സാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും ഈ കോഴ്സ് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് എത്രയും വേഗത്തിൽ വിളിച്ച് ചോദിക്കുക, എത്രയും വേഗത്തിൽ ജോയിൻ ചെയ്യുക. തുടക്കത്തിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായി തീരും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള മറ്റു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഓക്കെ, വീണ്ടും കാണാം.